കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് എന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അധ്യാപകർ നമ്മുടെ സമൂഹത്തിൽ ചെലുത്തുന്ന വിശാലമായ സ്വാധീനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. വിവിധ ഉൽപ്പന്നങ്ങൾ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഫാക്ടറികൾ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് അവ നിർമ്മിക്കുന്നത്. പുറത്തുനിന്ന് നമ്മൾ അഭിനന്ദിക്കുന്നത് മനോഹരമായ ഉൽപ്പന്നങ്ങളാണ്. പക്ഷെ അവ സങ്കീർണമായ ശാസ്ത്രീയമായ പ്രക്രിയകളുടെ ഫലമാണ്. അടിത്തറയിലെ ഏതെങ്കിലും പിഴവുകൾ പിന്നീട് ഉയർന്നു വരുമ്പോൾ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ സമീപനത്തിലെ ആന്തരിക ദൗർബല്യങ്ങൾ കേവലം ബാഹ്യ മെച്ചപ്പെടുത്തലുകൾ കൊണ്ട് മറയ്ക്കുവാൻ കഴിയില്ല. അധ്യാപകന്റെ പങ്ക് കേവലം വിദ്യാർത്ഥികളെ പഠിപ്പിക്കൽ മാത്രമല്ല, മറിച്ച് അവരുടെ ആന്തരിക കാമ്പും സ്വഭാവവും ബുദ്ധിയും ശക്തിപ്പെടുത്തുക എന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രതിഭാധനായ അധ്യാപകരിൽ ഒരാളും രാഷ്ട്രതന്ത്രജ്ഞനും മുൻ രാഷ്ട്രപതിയുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഒരിക്കൽ പറഞ്ഞതുപോലെ, അധ്യാപകർ കെട്ടിനിൽക്കുന്ന വെള്ളം പോലെയല്ല, മറിച്ച് ഒഴുകുന്ന അരുവികളാവണം. തുടർച്ചയായ നവീകരണത്തിലൂടെയും തുറന്ന മനസ്സോടുകൂടിയും സമീപനത്തിലൂടെയും അധ്യാപകരുടെ റോളുകളിൽ ഊർജ്ജസ്വലതയും കാര്യക്ഷമതയും നിലനിർത്തുവാൻ കഴിയും. അധ്യാപക ദിനമായി നാം ആഘോഷിക്കുന്ന ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനം അധ്യാപകർ വഹിക്കുന്ന ആഴമേറിയ ഉത്തരവാദിത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ്. തന്റെ ജന്മദിനം ആഘോഷിക്കുവാൻ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ആ ദിവസം തനിക്കല്ല, മറിച്ച് എല്ലാ അധ്യാപകർക്കും സമർപ്പിക്കുന്ന ദിനമാണെന്ന് അദ്ദേഹം നിർബന്ധിച്ചു. അധ്യാപക തൊഴിലിനോടുള്ള അദ്ദേഹത്തിന്റെ വിനയവും സമർപ്പണബോധവും നമുക്കെല്ലാവർക്കും മാതൃകയാണ്. കേരളത്തിൽ അധ്യാപകർ സാമൂഹ്യ പുരോഗതിയിൽ എന്നും മുൻപന്തിയിലാണ്. നമ്മുടെ സമൂഹത്തിൽ മതനിരപേക്ഷത, ജനാധിപത്യം, ശാസ്ത്രീയ ചിന്ത എന്നിവയുടെ മൂല്യങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരു സാമൂഹ്യ ദൗത്യമായാണ് അവർ അധ്യാപനത്തെ കണ്ടത്. എന്നിരുന്നാലും അധ്യാപക ദിനം നമ്മെ ആത്മപരിശോധനയ്ക്ക് പ്രേരിപ്പിക്കുന്നു. ഈ പ്രതിബദ്ധത നാം എന്നും പൂർണ്ണമായി നിലനിർത്തുന്നുണ്ടോ? അധ്യാപകർ എന്ന നിലയിൽ ഈ മൂല്യങ്ങൾ എന്നത്തേക്കാൾ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിൽ നാം അവ ഉയർത്തിപ്പിടിക്കുവാൻ തുടർച്ചയായി പരിശ്രമിക്കുന്നുണ്ടോ? ശാസ്ത്രവും സാങ്കേതികവിദ്യയും അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. പാഠപുസ്തകങ്ങളുടെ പരിധിക്കപ്പുറത്തേക്ക് ഒരു കുട്ടിയുടെ അറിവ് നീട്ടുക എന്നതാണ് ഇപ്പോഴത്തെ വെല്ലുവിളി. ഇതൊരു ലളിതമായ ജോലിയില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികൾ പലപ്പോഴും സാങ്കേതിക ധാരണയിൽ മുതിർന്നവരെ മറികടന്നു വന്ന് നമ്മൾ തിരിച്ചറിയുന്നു. കാര്യക്ഷമമായി തുടരുന്നതിന് അധ്യാപകർ ഈ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുത്തുവാൻ തയ്യാറാവുകയും വേണം. ഈ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഗുണനിലവാരമുള്ള അധ്യയനം നൽകുവാൻ തുടരുമെന്ന് ഉറപ്പാക്കാൻ കഴിയൂ. നമ്മുടെ വിദ്യാഭ്യാസ തത്വശാസ്ത്രം ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അവിടെ ഓരോ കുട്ടിക്കും പഠിക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നു. എന്നിരുന്നാലും സമീപകാല ദേശീയ സർവേകളും പഠനങ്ങളും ഈ ആദർശത്തിൽ അനുസൃതമായി നാം സ്ഥിരമായി മുന്നേറുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് നാം ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഓരോ കുട്ടിയുടെയും മൗലിക അവകാശമാണ്. കൂടാതെ എല്ലാ വിദ്യാർത്ഥികളും പാഠ്യപദ്ധതിയിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഈ ദൗത്യത്തിൽ നമ്മൾ എല്ലായ്പ്പോഴും വിജയിക്കുന്നില്ല എന്നതാണ് വിമർശനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ആശയങ്ങൾ നാം ഗൗരവമായി കാണണം. മൂല്യനിർണ്ണയങ്ങൾ വിദ്യാർത്ഥികൾ അധിക പിന്തുണ എവിടെ ആവശ്യമാണെന്ന് തിരിച്ചറിയുന്നതിനുള്ള ഉപകരണങ്ങളായി പ്രവർത്തിക്കുകയും വേണം. ഒരു കുട്ടിയും അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പാക്കണം. കേരളം ഒരു വിജ്ഞാന സമൂഹമായി മാറുന്നതിനുള്ള പാതയിലാണ്. അറിവ് നേടുക മാത്രമല്ല, അത് തുടർച്ചയായി സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് ആവശ്യം. ഈ പരിവർത്തനം സംഭവിക്കണമെങ്കിൽ നമ്മുടെ കുട്ടികൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല, യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളിലേക്ക് അറിവ് ഉണ്ടാവണം. അതിജീവന നൈപുണ്യങ്ങൾ മനഃപ്പാഠം പഠിക്കുന്നതിലൂടെ മാത്രം നൽകാനാവില്ല. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പാഠ്യപദ്ധതിയുമായി ആഴത്തിൽ ഇടപഴകുവാൻ മതിയായ സമയം അനുവദിക്കുന്ന പ്രക്രിയാധിഷ്ഠിതമായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസ ദിനം. അധ്യാപക ദിനം ആഘോഷിക്കുമ്പോൾ അധ്യാപക അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കേരളത്തിലെ ഇന്നുണ്ടായിരിക്കുന്ന എല്ലാ നിലയിലുള്ള വിദ്യാഭ്യാസ നേട്ടങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരാണ് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ വർഷം 1, 3, 5, 7, 9 ക്ലാസുകളിൽ പുതിയ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തു. അടുത്ത ജൂൺ മാസത്തിൽ വിദ്യാലയങ്ങളിൽ 2, 4, 6, 8, 10 ക്ലാസുകളിലെ പുതിയ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യും. ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങളുടെ പരിഷ്കരണവും ആരംഭിച്ച് കഴിഞ്ഞു.
കായിക അധ്യാപകരെ എയ്ഡഡ് മാനേജ്മെന്റിൽ 1:300 സംരക്ഷിക്കുന്ന കാര്യം ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട് എന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈമറി ഹെഡ്മാസ്റ്റർമാരുടെ സർവീസ് ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യവും ഗവൺമെന്റിന്റെ പരിഗണനയിലാണ്. പല ജില്ലകളിലും ഇത് കിട്ടിയെന്നാണ് അറിവുള്ളത്. പൊതുവിൽ ഞാൻ പറയുന്നു, അധ്യാപകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുൻപന്തിയിലാണ് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും ചില്ലറ കുറവുകളുണ്ടെങ്കിൽ അത് പരിഹാരം കാണുമെന്ന് ഇന്ന് അധ്യാപക ദിനത്തിൽ പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വർഷം മുതൽ സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കും എന്നുള്ള കാര്യം കൂടി പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 8ാം ക്ലാസ്സിലാണോ തുടങ്ങുന്നത്? അതിനെന്തൊരു കയ്യടി കുറവ്. 8ാം ക്ലാസ്സിൽ തുടങ്ങി 9, 10 എന്നുള്ള നിലയിലാണ് നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. കുട്ടികളുടെ അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനും നിങ്ങളുടെ പിന്തുണയും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ആയിരക്കണക്കിന് വരുന്ന അധ്യാപകരിൽ നിന്നാണ് ഓരോ രംഗത്തും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥികളോട് കൂറുള്ള വിദ്യാർത്ഥിക്ക് വേണ്ടി ജീവിക്കുന്ന അധ്യാപകരെ ഏറ്റവും നല്ല അധ്യാപകരായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ആ മാതൃകാ അധ്യാപകരെ ഞാൻ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. പൊതുവിദ്യാഭ്യാസത്തിന്റെ ശക്തി നിങ്ങളാണ്.